സർവകലാശാല ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ എന്താ ചെയ്തത്? അന്ന് എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ തലയിൽ ഓളം വരാൻ എത്ര കൊല്ലം കഴിയണോ? അതുവരെ ഈ കുട്ടികൾ കാത്തിരിക്കണോ? എന്ന് മാത്രല്ല, അന്ന് ഞങ്ങൾ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമ്പോ ഞങ്ങൾ തീരുമാനിച്ച ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താണെന്നറിയോ? ഫീസ്. ആ ഫീസ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം ഉണ്ടാവണം. ഇപ്പുണ്ടോ? പൈസ മുടക്കി 25 കോടിയുള്ളവന് സർവകലാശാല തുടങ്ങിട്ടോ അവര് തോന്നുന്ന ഫീസ് ഇടാം. എന്താ ഫീസിന്റെ മാനദണ്ഡം വെക്കാത്തത്? SFI കാരൻ ചോദിക്കോ? ഫീസിന്റെ മാനദണ്ഡമില്ല. ആ മാനദണ്ഡം ഈ സമയം വരെ നിശ്ചയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സ്വകാര്യ സർവകലാശാലകൾ കൊടുക്കുമ്പോ ആ സർവകലാശാലയുടെ ബോഡിയിൽ ഒരു ഗവൺമെന്റ് പ്രതിനിധി ഉണ്ടായിരിക്കണം. തോന്നുന്ന പോലെ കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോ ആ സർവകലാശാലകളിൽ ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം ഉണ്ടാവണം. ആ നിയമം ഇപ്പോഴുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നതിൽ? അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പുകൾ കൊടുക്കണം. സ്വകാര്യ സർവകലാശാലകളിൽ സ്കോളർഷിപ്പ് ഉണ്ടാവണം. ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് മാത്രമല്ല തീരുമാനം. എന്താ തീരുമാനം എന്നറിയോ? സ്വകാര്യ സർവകലാശാലകൾ ഉണ്ടാക്കിയിട്ട് ലാഭം വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് തടയണം. എത്ര ദീർഘവീക്ഷണത്തോടെ അബ്ദുൾ റബ്ബ് കൊണ്ടുവന്ന ഒരു പദ്ധതി, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി, തെരുവിൽ മുഴുവൻ അട്ടഹസിച്ച് SFI കാരൻ ആക്രമിച്ചില്ലാതെയാക്കിയ യൂണിവേഴ്സിറ്റി. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയാൻ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നല്ല സമയമാണ്. നിങ്ങൾക്ക് ബുദ്ധി വരുന്ന, നിങ്ങൾക്ക് ഇപ്പം 8 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ബുദ്ധി വരിക. ഈ നാട്ടിലെ കുട്ടികളൊക്കെ വേറെ രാജ്യത്ത് പോയി പഠിക്കുക. ഇപ്പൊ നിങ്ങൾ പറയാണ് അതിന്റെ സമയമാണ്. നമ്മൾ വിദ്യാഭ്യാസപരമായി എത്ര കുട്ടികൾ അതിന്റെ ദുരിതം അനുഭവിച്ചു, എത്ര പ്രയാസങ്ങൾ ഉണ്ടായി, എത്ര പേർ കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ എടുത്ത് വിദേശത്ത് പോയി പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ TP ശ്രീനിവാസൻ ജീവിച്ചിരിപ്പില്ലേ? SFI കാരാ, ഒന്ന് പോയിട്ട് ആ മനുഷ്യനോട് മാപ്പെങ്കിലും പറയിപ്പിക്ക്. ഈ പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഒന്ന് പറയിപ്പിക്കുക. ആ മനുഷ്യൻ ഇപ്പോഴുണ്ട്. ഇന്ന് അയാൾ പറയാൻ, എനിക്ക് ആ കഥയൊക്കെ ആലോചിക്കുമ്പോ സന്തോഷം ഉണ്ട് എനിക്ക്. കാര്യം എന്താ, ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് കടപ്പുറത്ത് ഇങ്ങനെ മരന്ന് കിടക്കായിരുന്നല്ലോ. ആ മനുഷ്യനെ തള്ളിയിട്ടതാണ്. ആ സീൻ ഇപ്പോഴും TV-യിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ഒരു മാന്യനായതുകൊണ്ട് അയാൾ പറയാൻ, കോട്ടൊക്കെ ഇട്ട് ഞാനിങ്ങനെ നിലത്ത് കിടക്കുന്ന സീന് കാണുമ്പോ ഈ തീരുമാനം വന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന്. SFI കാരൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ, ഒരു മിനിമം സെൻസ്. നിങ്ങൾ എന്തൊരു അന്തംഗമ്മികളാണല്ലോ നിങ്ങൾ. ലോകത്ത് വരുന്ന ഒരു മാറ്റവും നിങ്ങൾക്ക് അറിയില്ല.